നമസ്കാരം. വയനാട്ടിൽ വീണ്ടും ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നു. വയനാട് കള്ളാടിയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇന്നും ഒരു മണ്ണിടിച്ചിലും ഒരു മലയിടിച്ചിലും മഹാപ്രളയവും അതോടൊപ്പം തന്നെ കുറേ വ്യക്തികളുടെ മരണവും. ഏകദേശം ഇതുവരെയും 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും കുറേ പേര് മണ്ണിന് അടിയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം, മഴക്കാലം വന്നു കഴിഞ്ഞാൽ വയനാട്, ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് വയനാട്ടിലെ ഭൂപ്രദേശം കുറേ വർഷങ്ങളായിട്ട് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അങ്ങനെയുള്ള ദുരന്തങ്ങൾ അത് സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് സർക്കാരുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനൊക്കെ വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടെ പൊതുസമൂഹം ഇവിടുത്തെ ഭരണ നിയമ സംവിധാനത്തെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഉണ്ടായ ഒരു ദുരന്തത്തെപ്പറ്റി സർക്കാർ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ 20-ാം തീയതി തന്നെ ഈ എടുത്തിട്ട മണ്ണ് അവിടെ നിന്ന് മാറ്റണം, കാരണം മഴക്കാലം വരുമ്പോൾ അത് ദുരന്തത്തിൽ കലാശിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മണ്ണെടുത്ത് മാറ്റാനായിട്ട് കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പക്ഷേ ഈ 20-ാം തീയതി തന്നെ ഈ കർശന നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ മണ്ണെടുത്ത് മാറ്റിയില്ല എന്നുള്ളത് സർക്കാർ ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? ഇപ്പോൾ പൊതുവെ പറയുന്നത് ഈ തുരങ്കപാത ഉണ്ടാക്കാനായിട്ടുള്ള അനുമതി കൊടുത്തിരുന്ന സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരാനും കുറ്റപ്പെടുത്താനും ഒക്കെ കുറേ ആൾക്കാരുണ്ടാവാം. മുൻ സർക്കാരുകൾ ചെയ്തു വച്ചിരിക്കുന്ന ദുരന്തങ്ങളുടെ ആവർത്തനത്തിന് വേണ്ടിയിട്ടല്ലോ ഇപ്പോഴത്തെ ഒരു സർക്കാരിനെ പൊതുസമൂഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പഴയ സർക്കാരിനെ ഏറ്റവും താഴേക്ക് വെറും 34 സീറ്റിലേക്ക് ഒതുക്കിക്കൊണ്ട് ഇപ്പോഴത്തെ പുതിയ സർക്കാരിന് 102 സീറ്റ് തന്ന് ജനങ്ങളെ ഇരുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പഴയ സർക്കാർ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ള വ്യക്തമായൊരു കാര്യമാണല്ലോ. നമുക്കറിയാം, വയനാട്ടിൽ തന്നെ ഇതിനു മുമ്പുണ്ടായ വലിയ 2 ദുരന്തങ്ങൾ. ഒന്ന്, ആദ്യത്തെ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ പുത്തുമല കവളപ്പാറ ദുരന്തം. ആ ദുരന്തത്തിനകത്ത് എത്രയോ വീടുകൾ, എത്രയോ മനുഷ്യജീവനുകളാണ് ഇല്ലാണ്ടായത്. അതിൻ്റെ ഒരു അലയൊലി ഏകദേശം കെട്ടടങ്ങി തീരുന്നതിന് മുമ്പ് തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വരുന്നത്, അല്ലേ? ഈ 2 ദുരന്തങ്ങളിലായിട്ട് വയനാട് കേരളത്തിന് വന്നിരിക്കുന്ന നഷ്ടം, എത്രയോ മനുഷ്യജീവനുകൾ, എത്രയോ വീടുകൾ, എത്രയോ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ, എത്രയോ പ്രദേശങ്ങൾ, അങ്ങനെ എന്തുമാത്രം ഭീമാകരമായ നഷ്ടങ്ങളും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ദുരന്തങ്ങളിൽ തന്നെ. അത് 2 വയനാടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. ആദ്യത്തേത് പുത്തുമല കവളപ്പാറ ദുരന്തം, അതിനുശേഷം വന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ഈ 2 ദുരന്തങ്ങളും, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമുക്കറിയാം എത്രമാത്രം ഭയാനകമായിരുന്നു എന്നുള്ളത്. അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹം തന്നെ പിരിച്ചു കൊടുത്തിരിക്കുന്ന ഫണ്ട് 780 കോടി രൂപയായിരുന്നു. അതിൻ്റെ നാമമാത്രമായ ഫണ്ട് മാത്രമാണ് ചെലവഴിച്ചതായിട്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അന്നൊക്കെ പറഞ്ഞിരുന്ന യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവരുടെ പുനരധിവാസം എന്നൊക്കെയായിരുന്നു അന്നത്തെ സർക്കാർ, പിണറായിസ്റ്റ് സർക്കാരുകൾ അന്ന് ഭയങ്കരമായ വാഗ്ദാനം നൽകിക്കൊണ്ട് അവർക്കെന്തോ പ്രത്യേകമായിട്ടുള്ള ടൗൺഷിപ്പുകൾ പണിയുന്നു, അത്യാധുനികമായിട്ടുള്ള ലോകത്തിലേക്ക് ഏകദേശം പാരീസിന് സമാനമായിട്ടുള്ള ടൗൺഷിപ്പാണ് അവർക്ക് വേണ്ടിയിട്ട് വയനാട് തയ്യാറാകുന്നതെന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ സർക്കാരും മാറി, പുതിയ സർക്കാരും വന്നു. ഇപ്പോഴും ഈ മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് ആ സാധുക്കൾ ഇന്നും കഴിയുന്നത്. അവിടെ എന്തൊക്കെയോ സർക്കാരുകൾ ചെയ്ത് കൂട്ടി, കുറേയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പണിത് വെച്ചു. കാര്യമായിട്ട് ആർക്കും അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. മുൻ സർക്കാർ മാറിപ്പോവുകയും ചെയ്തു. പൈസകളൊക്കെ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ വഴിക്കൊക്കെ ആകുകയും ചെയ്തു. പുതിയ സർക്കാർ വന്നിട്ടാണെങ്കിൽ പോലും കൂടെ ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സർക്കാരും ഇരിക്കുന്നു. ഓക്കെ, അത് 2 കാര്യങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദുരന്തം, അതായത് കൽപ്പറ്റ എന്നുള്ള തുരങ്കപാതയ്ക്ക് എടുത്തിട്ടിരുന്ന മണ്ണ്, അത് വലിയ മല പോലെ കൂട്ടിയിട്ടിരുന്ന മണ്ണ്, ആ മണ്ണിലേക്ക് മഴവെള്ളം വന്നിറങ്ങി ആ മണ്ണ് സ്ഥിതി ചെയ്തിരുന്ന മലയെല്ലാം കൂടെ ഉൾപ്പെടെ ഇവിടുത്തെ ആ മീനാക്ഷി പാലത്തിലേക്ക് വന്ന് ഇടിഞ്ഞ് വീണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും കടന്നു വന്നിരുന്ന വാഹനങ്ങളും അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളും മറ്റേ കുടുംബക്കാരും ഉൾപ്പെടെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരും ഉൾപ്പെടെ കുറേയധികം മനുഷ്യർ മണ്ണിനടിയിലായി. ഇപ്പോൾ 5ഓളം മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു. ഇനി കുറേ പേര് മണ്ണിനടിയിലുണ്ടെന്ന് പറയുന്നു. അതുപോലെ കുറേ പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്നു.
കുറേ പേര് വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്നു. ഈ ഇപ്പോഴത്തുള്ള സർക്കാർ പറയുന്ന കഴിഞ്ഞ 20-ാം തീയതി മണ്ണ് നീക്കാനായിട്ട് അവിടുന്ന് കർശനമായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. കാരണം മഴക്കാലത്തിന് മുമ്പ് ഈ എടുത്തിട്ടിരുന്ന മണ്ണ് അവിടുന്ന് നീക്കണമെന്ന്. എന്നിട്ട് ഇതുവരെ നീക്കിയില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു കർശന നിർദ്ദേശം നൽകിയിട്ട് എന്തുകൊണ്ട് ഈ മണ്ണ് നീക്കിയില്ല എന്നുള്ളയിടത്ത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാർ അതിനകത്ത് ഉത്സാഹം കാണിച്ചിരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഇങ്ങനെ ഈ പഴയ സർക്കാരിൻ്റെ അതേ ആവർത്തനത്തിനാണെങ്കിൽ പിന്നെ ഈ സർക്കാർ പഴയ സർക്കാരൊക്കെ എന്താ വ്യത്യാസം ഇരിക്കുന്നത്? പണ്ടത്തെ സർക്കാർ ഇതുപോലെ തന്നെയായിരുന്നു. കുറേ ദുരന്തങ്ങൾ വരുമ്പോഴത്തേക്കും കുറേ റിപ്പോർട്ടുകൾ ശേഖരിക്കുന്നു, അവിടുന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ആ റിപ്പോർട്ട് വരട്ടെ, അല്ലെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേ സംഭവം തന്നെയല്ല ഇപ്പോഴും ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരം കാര്യങ്ങളിനകത്തൊക്കെ കുറച്ച് വളരെ അവധാനതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളെയൊക്കെ ഈ അധികാര സ്ഥാനങ്ങളിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് നിങ്ങളിങ്ങനെ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് നടപ്പാക്കിയോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാർ അതിനകത്ത് പുനഃപരിശോധന നടത്തിയില്ല? അവിടെയല്ല അതിൻ്റെ തെറ്റിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വയനാടിൻ്റെ മന്ത്രി എന്നറിയപ്പെടുന്ന ടി സിദ്ദിഖ് പറഞ്ഞു ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന്. സത്യം തന്നെയാണ്, ഇത് മനുഷ്യനിർമ്മിത ദുരന്തം തന്നെ. അക്കാര്യത്തിൽ എന്താ തർക്കമിരിക്കുന്നത്? ആ മനുഷ്യനിർമ്മിത ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് നിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുസമൂഹം തിരഞ്ഞെടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്ക് പോലും ഉത്തരവാദിത്തമുണ്ട് അല്ലേ? നിങ്ങളുടെ മന്ത്രിസഭയുടെ ശരിക്കും പറഞ്ഞാൽ വയനാട് മന്ത്രിയായ ടി സിദ്ദിഖിൻ്റെ ഒരു ഉത്തരവാദിത്ത കുറവ് അവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വി.ഡി. സതീശൻ മന്ത്രിസഭേനെ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ 20-ാം തീയതി അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ട് ആ ഉത്തരവ് ഇത്രയും ദിവസമായിട്ട് ആ മണ്ണ് മാറ്റിയിട്ട് ബാക്കിയുള്ള അവിടെ പണി ചെയ്താൽ മതി എന്ന് എന്തുകൊണ്ട് കർശനമായിട്ട് പറയാൻ സാധിച്ചില്ല? ഒരു മന്ത്രിയൊക്കെ അല്ലേ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കുറച്ച് ഡയലോഗ് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കാര്യമാക്കുന്നത്? ഡയലോഗുകളല്ല വേണ്ടത്, ഇവിടെ പ്രവൃത്തിയാണ് വേണ്ടത്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് വേണ്ടത്. അതിന് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. അല്ലാതെ കുറേ ഡയലോഗോ കുറേ സെൻറ്റിമെൻസോ അവിടെ ചെന്ന് കുറേ കണ്ണീരൊലിപ്പീരോ ഇതൊക്കെ ഒരു തരം സിനിമാറ്റിക് സ്റ്റൈലായിപ്പോവും. അതല്ല വേണ്ടത്, യാഥാർത്ഥ്യമാണ് വേണ്ടത്. എന്താണെങ്കിലും ശരി, ഇന്നിപ്പോൾ ഉണ്ടായ ദുരന്തത്തിൽ ഒരു വേദന, അവരുടെ വേദനയിൽ പങ്കുചേരാനേ ഇപ്പം സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ സാധിക്കുള്ളൂ. എന്താണെങ്കിലും ശരി, ഈ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം കുറേ കൂടി ഊർജ്ജസ്വലമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം പല ഇടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ടാക്കും. മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ അവധാനതയോടുകൂടി വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.